എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോയാണ് കേട്ടോ. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു മഷിത്തണ്ട്, നമ്മുടെ സ്ലേറ്റിലൊക്കെ മായ്ക്കുന്ന മഷിത്തണ്ടെന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. ഓരോ സ്ഥലങ്ങളിൽ ചിലപ്പോൾ പല പേരുകളിലായിരിക്കും അറിയപ്പെടുക. അപ്പോൾ അത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ, അതിൻ്റെ വേരിലൊക്കെ നന്നായിട്ട് മണ്ണുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അധികം തണുവുള്ള സ്ഥലങ്ങളിൽ തന്നെ പിടിച്ചു വരുന്ന ഒരു തരം ചെടിയാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. നമുക്ക് വേറെ വിഷാംശമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഞാൻ അത്യാവശ്യം വേരൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടി ഇട്ടാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഞാൻ മുക്കി വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നമ്മൾ ചീരയൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഒരുപാട് ഔഷധ ഗുണമുള്ള ചെടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല വാട്ടർ കണ്ടൻ്റുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഐറ്റംസൊക്കെയാണ്: തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു ചെറിയ സവാള, ജീരകം. ഞാനപ്പോൾ ഒരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഒന്ന് കടുക് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന 2 വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് അതിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ഇട്ട് കൊടുത്താൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സവാളയാണ്. നന്നായിട്ട് അതും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കുക. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന വിഷമടിച്ച പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുന്നതിനേക്കാളും ഒരുപാട് ഗുണമുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഇതുപോലുള്ള ഇലക്കറികൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിന് മുന്നേ ഞാനൊരു വേലിച്ചീര എന്ന് പറഞ്ഞിട്ടൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. അതും വളരെ ടേസ്റ്റിയാണ്. വഴണ്ടി വന്നപ്പോൾ ഞാൻ വളരെ ചെറിയൊരു സ്പൂണിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് കളർഫുള്ളാകാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മഷിത്തണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വളരെയധികം വാട്ടർ കണ്ടൻ്റുള്ള ഒരു ഇലയാണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെള്ളത്തിൽ കിടന്ന് വെന്തോളും നല്ല രീതിയിൽ. കണ്ടോ, ഇട്ടപ്പോൾ തന്നെ നമ്മൾ ചീരയൊക്കെ നന്നാക്കി ഇടുന്ന പോലെ തന്നെയാണ്. ആദ്യം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ വെന്ത് വരുമ്പോൾ വളരെ കുറവായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ വെള്ളമൊക്കെ വലഞ്ഞതിന് ശേഷം വേണം നമ്മൾ തേങ്ങയും ജീരകവും കൂടി ഇട്ട് കൊടുക്കാൻ. വേണമെങ്കിൽ ഇതൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് ഡ്രൈ ആവുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇലക്കറികൾ കൊടുക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.